വിശേഷം? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഞായറാഴ്ച വീഡിയോ ആണ് കേട്ടോ. ഇന്ന് വലിയ കാര്യമായിട്ട് തിരക്കൊന്നുമില്ല. കോഴിക്ക് ഇപ്പം നല്ല വിലയുണ്ട്, അതുകൊണ്ട് തന്നെ ഇത്തിരി തിരക്ക് കുറവുണ്ട് കേട്ടോ. കോഴിക്ക് വില കൂടുമ്പോൾ എല്ലാവരും പോത്തിലേക്ക് ഓടും. അത് കാരണം ഇന്ന് കോഴിക്ക് വലിയധികം തിരക്കൊന്നുമില്ല. അപ്പം നമുക്ക് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി എന്ത് വീഡിയോ എടുക്കുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ പണികളൊക്കെ കഴിയുന്നതിനനുസരിച്ച് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടൊക്കെ ആയിട്ടൊരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെന്താണ്, നമ്മുടെ നാടൻ കോഴിയുടെ വിശേഷം പറയാനാണെങ്കിൽ, നാടൻ കോഴീനെ നമ്മളിപ്പോൾ പിടിച്ചു തുടങ്ങിയിട്ടാ, കൊടുത്തു തുടങ്ങി 2.5 കിലോയുടെ മുകളിലേക്കൊക്കെ ആയിട്ടാ. ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 45 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് ചോദിച്ചാൽ എനിക്കറിയില്ല. ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അമ്മ, അത് നോക്കിയാലേ എനിക്കറിയുള്ളൂ കേട്ടോ. പിന്നെന്താണ്, സ്ഥിരമായിട്ട് വീഡിയോ ഇടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഇടാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ അല്ലാണ്ട് എന്തിട്ടിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും നാളും വീഡിയോ ഇടാണ്ടിരുന്നതും. പിന്നെ എൻ്റെ തിരക്കും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ പോയി. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ അല്ലേ. ഇന്ന് രാവിലെ സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ. ഇന്നലത്തെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്. ഒരു വണ്ടി വരുന്നുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ഓരോ സപ്പോർട്ട് തരുമ്പോഴല്ലേ എനിക്ക് വീഡിയോ ഇടാനായിട്ടൊരു ഉഷാറുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ഇടാനേ തോന്നാറില്ല. നിങ്ങളൊരു ചെറിയൊരു സപ്പോർട്ട് തരികയാണെങ്കിൽ എത്ര വലിയ തിരക്കിൻ്റെ ഇടയിലായാലും നമ്മൾ പറ്റുന്ന രീതിയിൽ വീഡിയോ പിടിച്ചിടുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാല്ലേ. എപ്പോഴെപ്പോഴും വീഡിയോയിൽ തല്ല് കൂടുന്ന അമ്മയും മോളെയും നിങ്ങൾ വേണമെങ്കിൽ കണ്ടു. ഇങ്ങനെ നോക്ക് ഇങ്ങോട്ട്. ഇത് എപ്പോൾ നോക്കിയാലും അടി കൂടുന്ന ആൾക്കാരാണല്ലേ വീഡിയോയില്. കണ്ണില് നീരുണ്ട്. കണ്ണില്ല. വീഡിയോയിൽ അഭിനയിക്കുന്ന ആൾക്ക് കണ്ണില്ല. കണ്ണിങ്ങനെ തുറന്നെടുക്കേണ്ടി വരുന്ന കണ്ണില്ലാത്ത അമ്മാമ്മയോ. അപ്പം അമ്മമ്മ ദോശ ചുടാണ്. അപ്പം നമ്മൾക്ക് പോവാം. ഇന്ന് നമ്മുടെ അവിടെ ഞായറാഴ്ച നമുക്ക് കൊണ്ടുവന്നിട്ടുള്ള കോഴികളെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഫാമിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമ്മളിന്ന് ഞായറാഴ്ചത്തെ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള കോഴികളാണ് കേട്ടോ. അപ്പം നമുക്ക് കണ്ടിട്ട് വന്നാലോ. എല്ലാ കോഴികളും കൂടി ആ മൂലയിൽ പോയിരിക്കട്ടാ. ഞാൻ പിടിക്കാൻ ചെന്നിട്ടാന്ന് വിചാരിച്ചിട്ടൊക്കെ കൂടി തിങ്ങിക്കൂടി അതിൻ്റെ ഉള്ളിൽ പോയിരിക്കട്ടാ. അപ്പം നമുക്ക് പോവാ, വരെ ശല്യം ചെയ്യണ്ട അല്ലേ. നമ്മളെ പഴമൊക്കെ ഇതേ മൂടി വെച്ചേക്കായിരുന്നു കേട്ടോ. കിളികൾ വന്ന് കൊത്തി തിന്നൊക്കെ. അപ്പം അത് കാരണം മൂടിയിട്ടേക്കാണ്. നമുക്കതൊക്കെ ഒന്ന് തുറന്ന് വെക്കാം. ഇങ്ങനെ തുറന്ന് വെച്ചാലല്ലേ ആൾക്കാർ കാണുള്ളൂ. പക്ഷേ കിളികളുടെ ശല്യം കാരണമാണ് കേട്ടോ ഇങ്ങനെ മൂടി വെക്കണത്. നമുക്കൊന്ന് തുറന്നു കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരത്തേക്ക് നമ്മുടെ പഴക്കൊലകളൊക്കെ നമ്മളൊന്ന് തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തുറന്ന് വെച്ചാലല്ലേ ആൾക്കാർ കാണുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് തുറന്ന് വെച്ചിട്ടുണ്ട്. കിളികൾ വരാണ്ട് നമുക്ക് നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരത്തേക്ക് പഞ്ചസാര കെട്ടാനുണ്ട്. അപ്പോൾ കിളികൾ വരണ്ടെങ്കിൽ നമുക്ക് കാണാമല്ലോ. അപ്പോൾ നമുക്ക് പോയി പഞ്ചസാര കെട്ടി വയ്ക്കാൻ. കുറേ പഴം ഇങ്ങനെ പഴുത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പുട്ടുണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ ഒരു പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ റെഡി ആവില്ലല്ലോ. നമുക്ക് ഇത്തിരി വെറൈറ്റി ആയിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യൽ എന്ന് പറയണത് പുട്ട്, വെറൈറ്റി പുട്ടാണ് കേട്ടോ. പുട്ടിലത്തേക്ക് പോലെ നല്ല വെറൈറ്റി ആയിട്ട് നമുക്കൊരു പുട്ടുണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് നമുക്കിവിടെ ഒരു മുറി നാളികേരത്തിൻ്റെയാണ് കേട്ടോ എടുത്തേക്കണത്. അത്രയും നാളികേരം, ഒരു മുറി നാളികേരം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു നുള്ള് ജീരകം, നല്ല ജീരകം കൂടി എടുത്തിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് നാളികേരം അരയ്ക്കുകയും ചെയ്യരുത്, വെള്ളം ഒഴിക്കരുത് കേട്ടോ.
ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് നമുക്ക് എന്തോരം പുട്ട് ഉണ്ടാക്കണോ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതൊക്കെ ഒന്ന് തിളച്ച് വരാറാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നാളികേരം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് നമ്മൾ അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി എന്ന് പറയുമ്പോൾ പുട്ടുപൊടി കേട്ടോ. തരിപ്പുട്ടില്ലേ, നമ്മൾ തരിപ്പുട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ പാക്കറ്റ് പുട്ടൊക്കെ മേടിക്കുമ്പോഴാണ് കേട്ടോ അത്രയും തരിയായിട്ട് കിട്ടുള്ളൂ. അങ്ങനത്തെ പാക്കറ്റ് പുട്ടുപൊടിയാണ് കേട്ടോ നമ്മളിവിടെ എടുത്തേക്കണത്. അത് നമ്മളുടെ ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള വെള്ളത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുത്തേക്കണത്. പ്രത്യേകിച്ച് അളവൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അളവ് നോക്കിയിട്ടൊന്നുമല്ല ഞാൻ ഇട്ട് കൊടുത്തേക്കണത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ആവശ്യത്തിന് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരാനായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ചൂടാറിയതിന് ശേഷം ഒരുവിധം ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മണികൾ ഉരുട്ടിയെടുക്കണത്. നമുക്ക് വേണമെങ്കിൽ കോഴിക്കോട്ടയുടെ വലിപ്പത്തിലൊക്കെ വേണമെങ്കിൽ എളുപ്പത്തിന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അത്ര വലിപ്പത്തിൽ ഉണ്ടാക്കണത് നമുക്കിവിടെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മളിത് ഈ ഒരു പാകത്തിനാണ് കേട്ടോ ഉരുട്ടിയെടുത്തേക്കണത്. ഇതിനേക്കാളും ചെറുതാക്കി ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മൾക്ക് അത്രയും സമയം ഇല്ലാത്തതുകൊണ്ട് ഈ പാകത്തിന് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ച് വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ ഇലയൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് നാളികേരം വിതറിയിട്ടിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള പുട്ടൊക്കെ അതിലേക്ക് അങ്ങ് തട്ടിപ്പറക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ നാളികേരം നമ്മളുടെ ആവശ്യത്തിന് വിതറിയിട്ട് കൊടുക്കുക കേട്ടോ. നാളികേരമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവിയിൽ ഇതങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ നമ്മളുടെ അരിപ്പൊടി ഒരുവിധം കുക്കായിട്ടുള്ള കാരണം ഒരുപാട് അങ്ങ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ആവി കൊള്ളിച്ച് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയൊക്കെ ഉണ്ടല്ലോ ഇത് കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. അതേ നമ്മളുടെ പുട്ട് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ചെറിയ മണികളാക്കി എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിവിടെ സമയമില്ലാത്ത കാരണം നമ്മൾ ഈ ഒരു വലിപ്പത്തിന് ഉണ്ടാക്കിയെടുത്തേക്കണത് കേട്ടോ. അപ്പോൾ അതേ നമ്മളുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ചിക്കൻ കറിക്ക് പകരം നമ്മളിവിടെ വെള്ളക്കടല വേവിച്ചിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പുട്ടിൻ്റെ കറി. അപ്പോൾ നല്ല വെള്ളക്കടലയും കൂട്ടി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഉറപ്പിൽ പറയണത്. നല്ലതാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ നമ്മളിതൊന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ. നമ്മളുടെ പുട്ടൊക്കെ ഇരുന്ന് നമുക്ക് ആസ്വദിച്ച് കഴിക്കാനുള്ള സമയമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതേ നമുക്ക് കടയിലെ ആൾ വന്നപ്പോൾ നമ്മളിങ്ങോട്ട് ഓടിപ്പോന്നു. അപ്പോൾ നമുക്ക് അമ്മയുണ്ട് വാരി തന്നതെന്ന് എൻ്റെ കയ്യിലൊക്കെ ആക്കിയിട്ട് പിന്നെ എനിക്ക് കഴിക്കാൻ ചെല്ലുമ്പോൾ അത് അത്ര വലിയ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് വാരി തന്നു. ഞാനും പാറക്കുട്ടിയും കൂടെ അതൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ നമ്മുടെ തിരക്കിലാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ അപ്പുറത്ത് നമ്മുടെ നഴ്സറിയിൽ ഒരു പയ്യനുണ്ട് സെയ്തുൽ എന്ന് പറഞ്ഞിട്ട്. അവനൊരു പാഴ്സൽ വന്നു. അപ്പോൾ അവനത് തുറന്ന് നോക്കി എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ച് തരുമായിരുന്നു കേട്ടോ. ഇത് അവന് നിസ്കരിക്കാൻ നേരത്ത് തലയിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവനിത് മേടിച്ചേക്കണത്. നമുക്കൊന്ന് നോക്കി നോക്കാം ഇത് എങ്ങനെയാണ് അവൻ കെട്ടി കാണിച്ച് തരാണ് കേട്ടോ എങ്ങനെയാണ് ഇത് കെട്ടണ്ടേന്നൊക്കെ. എൻ്റെ വീഡിയോ എടുത്തിട്ടുള്ള കാര്യമുണ്ടോ? നീ ഒന്ന് നിസ്കരിക്കുവോ? ബാക്ക് നോട്ടെ, ബാക്കിൽ ഇങ്ങനെ വാല് കിടക്കും. കണ്ണാടി കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഇത് നിസ്കരിക്കൂല്ലേ? ഇതിനെത്രയാ? 197. സൂപ്പർ. എൻ്റെ വീഡിയോയിലിടട്ടെ, ലോങ് വീഡിയോയിൽ ഞാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ ചെറിയ തട്ടിക്കൂട്ട് വീഡിയോ ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. നിനക്ക് ചിക്കൻ വേണോ? ചിക്കൻ വേണോ? എന്നാ വേണമെന്ന് പറയും. ഏത് കോഴിനെ പിടിക്കണ്ടേ?
പറയടാ കുഞ്ഞിച്ചക്ക.